Once again, welcome back to Bosco Campus Vision YouTube channel of Kottayam Don Bosco College. I am Grishma TJ, faculty member of PG Department of Commerce. This time I am here with the paper Management Concepts and Thought, which is a core paper for semester 3 BCom with Commerce Tax Procedure and Practices students under Kerala University. This is the 72nd lecture of the series. In this lecture, we are discussing about learning organization. A learning organization is the term given to a company that facilitates the learning of its members and continuously transforms itself. കമ്പനിയിലെ ഓരോ മെമ്പേഴ്സിൻ്റെയും ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ് ലേണിംഗ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A place where people continually expand their capacity to create the results they truly desire, where new and expansive patterns of thinking are nurtured, where collective aspirations are set free, where people are continually learning to learn together. ഓർഗനൈസേഷനിലെ ഓരോ മെമ്പേഴ്സിനെയും കണ്ടിന്യൂലി അവരുടെ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അവരാഗ്രഹിക്കുന്ന രീതിയിൽ പുതിയതും എക്സ്പെൻസീവുമായിട്ടുള്ളൊരു തിങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് അവരൊരുമിച്ച് ലേൺ ചെയ്യുന്നതാണ് ലേണിംഗ് ഓർഗനൈസേഷൻ. ദ നേച്ചർ ഓഫ് ലേണിംഗ് ഓർഗനൈസേഷൻ. എ ലേണിംഗ് ഓർഗനൈസേഷൻ ഈസ് വൺ ദാറ്റ് സീക്സ് ടു ക്രിയേറ്റ് ഇറ്റ്സ് ഓൺ ഫ്യൂച്ചർ. It assumes learning is an ongoing and creative process for its members. It develops, adapts, and transforms itself in response to the needs and aspirations of people, both inside and outside itself. It allows people at all levels, individually and collectively, to continually increasing their capacity to produce results. നമ്മുടെ തന്നെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യാൻ ലേണിംഗ് ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. മെമ്പേഴ്സ് എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓൺഗോയിങ്ങും ക്രിയേറ്റീവ് പ്രോസസ്സും ആണ് ലേണിംഗ്. ഓർഗനൈസേഷനകത്തായാലും പുറത്തായാലും ഓരോ പേഴ്സൺസും ലേൺ ചെയ്യുന്നത് അവരുടെ തന്നെ ഡെവലപ്മെൻറ്റിനെയും അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുമൊക്കെ ലേണിംഗ് ഓർഗനൈസേഷൻ ഹെൽപ്ഫുള്ളാണ്. എല്ലാ ലെവൽസിലുള്ള പീപ്പിളിനും ലേണിംഗ് ഓർഗനൈസേഷൻ ബാധകമാണ്. അത് ഇൻഡിവിജ്വലി ആയാലും കളക്റ്റീവ്ലി ആയാലും അവരുടെ റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടുക എന്നതാണ് ലേണിംഗ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണിംഗ് ഓർഗനൈസേഷൻ. ഫസ്റ്റ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലൂടെ നമുക്ക് പുതിയ ഐഡിയയും പുതിയ ഇൻഫർമേഷനും ഒക്കെ ലഭിക്കും. It tries to reduce structural, process and interpersonal barriers to sharing of information, ideas and knowledge. ഇൻഫർമേഷനും ഐഡിയയും നോളജും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബാരിയേഴ്സിനെ കുറയ്ക്കാൻ ലേണിംഗ് ഓർഗനൈസേഷൻ ഹെൽപ്ഫുള്ളാണ്. Then it encourages employees to encourage an environment to use information, ideas and knowledge to achieve corporate goals. ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്നു, ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റിനെ എൻകറേജ് ചെയ്യുന്നു ബൈ ദ യൂസ് ഓഫ് നോളജ് പ്രോപ്പർലി. ദ നെക്സ്റ്റ് ടോപ്പിക്, ക്രിയേറ്റിംഗ് എ ലേണിംഗ് ഓർഗനൈസേഷൻ. To create a learning organization, the following is a must for an organization. All employees, from top management to the rank and file workers, must establish a commitment to change for bringing about changes for improvements of the organizations. To accept change more readily, formal boundaries between people are to be eliminated. To adapt effectively, organizations should develop a culture of openness and growth by fully incorporating employees in challenges faced by the organization. ഓർഗനൈസേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി ചേഞ്ച് കൊണ്ടുവരാൻ, ചേഞ്ചിൽ കമ്മിറ്റഡ് ആവാൻ എംപ്ലോയീസിനെ പ്രാപ്തമാക്കുക എന്നുള്ളൊരു ലക്ഷ്യവും ലേണിംഗ് ഓർഗനൈസേഷനുണ്ട്. ചേഞ്ചസ് ഒക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനും
പീപ്പിൾ തമ്മിലുള്ള ഫോർമൽ ബൗണ്ടറീസിനെ എലിമിനേറ്റ് ചെയ്യാനും ലേണിംഗ് ഓർഗനൈസേഷൻ സഹായിക്കും. ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ ഓർഗനൈസേഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കൾച്ചർ ആൻഡ് ഒരുമിച്ച് സഹകരിക്കുന്ന എംപ്ലോയീസും ഉണ്ട് എങ്കിൽ ഓർഗനൈസേഷനിൽ കൂടുതൽ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. അവിടെ എന്തുണ്ടായെങ്കിൽ ലേണിംഗ് ഓർഗനൈസേഷൻ ഉണ്ട് എങ്കിൽ. Okay, this is all for today's session. Do homework and send me back through WhatsApp. Thank you for listening.